നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. കേരള PSC വഴി തന്നെയാണ് നിയമനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തിറക്കിയത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇതാണ് കേരള PSC പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത് നവംബർ 30 മാത്രമല്ല, നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 30. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 30. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ആ ഒരു ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 270/2024. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSCയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി കേരള PSC തുളസി എന്ന ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 270/2020 എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. നമുക്കിവിടെ കാണാം, ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്താൻ പോകുന്നത്. പോസ്റ്റിന്റെ പേര് ഇതാണ്, സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 35,700 രൂപ മുതൽ 75,600 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. എത്ര ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല നിലവിൽ. എന്തായാലും നമുക്ക് ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ട, ഈ ഒരു സൂപ്രണ്ടന്റന്റ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന സൂപ്രണ്ടന്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1994 1/1/2000 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. SC ST OBC കാൻഡിഡേറ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു സൂപ്രണ്ടന്റന്റ് പോസ്റ്റിന് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ താട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. BCom പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനിമം 55% മാർക്കിൽ കുറയാത്ത രീതിയിൽ നിങ്ങൾ BCom പാസ്സായിരിക്കണം. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഈ പറയുന്ന മാർക്കോട് കൂടി നിങ്ങൾ BCom പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറും അതുപോലെ തന്നെ മലയാളം ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു യോഗ്യത കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ BCom 55% മിനിമം 55% മാർക്കോട് കൂടി BCom പാസ്സായിരിക്കണം ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും. അതോടൊപ്പം ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ, KGTE ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, അത്തരത്തിലുള്ള നിങ്ങളുടെ ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പോസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക എത്രയും വേഗം തന്നെ. അവസാന തീയതി ഡിസംബർ 30. അപ്പോൾ അവസാന തീയതിക്ക് മുന്നേ തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും BCom കഴിഞ്ഞ് മാത്രമല്ല BComനോടൊപ്പം ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ള KGTE അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല BComഉം അതുപോലെ തന്നെ ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ള എല്ലാ സുഹൃത്തുക്കളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്ര ഒഴിവുകളാണെന്ന് ഇവിടെ നോട്ട് എസ്റ്റിമേറ്റഡ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ BCom ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള KGTEയും ഈ പറയുന്ന കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും പോലെയുള്ള ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ള എല്ലാ സുഹൃത്തുക്കളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി നമ്പർ 270/2020 സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കുക. വളരെ മികച്ചൊരു സാലറിയോട് കൂടിയുള്ള വളരെ മികച്ചൊരു പോസ്റ്റ് തന്നെയാണിത്. നിലവിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിരവധി ഒഴിവുകളുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.